ഭയങ്കര പൊല്യൂട്ടഡും ക്രൗഡഡും ആയിട്ടുള്ള ഡൽഹിയിൽ നിന്നാണ് ആ ലേഡി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഒരല്പം നടന്നാലോ അല്ലെങ്കിൽ ഏതാനും സ്റ്റെപ്പ് കയറിയാലോ ശക്തമായിട്ടുള്ള കിതപ്പും ശ്വാസം മുട്ടലായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. ഇത് കൂടാതെ ശക്തമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു. ഒരല്പം തണുത്ത വെള്ളം കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര വേദന, അതുപോലെ ആഹാരം ഇറക്കുമ്പം ഉണ്ടാകുന്ന തടസ്സം, ഇതൊക്കെയായിരുന്നു അവരുടെ മറ്റ് പ്രശ്നങ്ങൾ. അവരുടെ ശ്വാസകോശത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് അവർ കൊണ്ടുവന്നിരുന്നു. അത് പ്രകാരം ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന രോഗാവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ANA പ്രൊഫൈൽ നോക്കിയ സമയത്ത് MCTD, സിസ്റ്റമിക് സ്ക്ലിറോസിസ്, ജോഗ്രൻ സിൻഡ്രോം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള രോഗങ്ങളുടെയൊക്കെ ഒരു ഓവർലാപ്പായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഈ പറഞ്ഞതിൽ സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് തന്നെ അവരുടെ ജോയിൻറ്റ് പെയിൻ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു. പ്രധാനമായിട്ടും ആയുർവേദം, യോഗ, പ്രാണായാമം, പൾമണറി റീഹാബിലിറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ചെയ്തത്. ഏകദേശം 28 ദിവസങ്ങൾ കൊണ്ട് അവരുടെ മിക്ക സിംറ്റംസിനും നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചു. പ്രധാനമായിട്ടും ശ്വാസമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, ജോയിൻറ്റ് പെയിൻ, ഭക്ഷണം ഇറക്കുമ്പോഴുള്ള പ്രയാസം, ഇതിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചികിത്സയ്ക്ക് ശേഷം അവരുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ഞങ്ങളിവിടെ അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിരുന്നു. ഡൽഹി എയിംസിൽ നിന്ന് നടത്തിയ പരിശോധനയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് തീർച്ചയായും ഐറൺ ഹെൽത്ത് സിറ്റിയുമായി ബന്ധപ്പെടാവുന്നതാണ്.